ചരിത്രം വീണ്ടും ആവർത്തിക്കുന്നു. ലോകകപ്പ് നോക്കൌട്ടുകളിൽ യൂറോപ്യൻ ടീമുകൾക്ക് മുന്നിൽ ബ്രസീൽ വീണ്ടും തകർന്നടിയുന്നു. നോർവേക്കെതിരായ മത്സരത്തിൽ 2-1 പരാജയപ്പെട്ട് ബ്രസീൽ ലോകകപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. മത്സരം തുടങ്ങി 13-ാം മിനിറ്റിൽ മാത്യൂസ് കുനിഹയെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതിന് ബ്രസീലിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത മിഡ്ഫീൽഡ് ബ്രൂണോ ഗുമറസിന് സമ്മർദ്ദം അതിജീവിക്കാനായില്ല. താരമെടുത്ത ദുർബലമായ കിക്ക് നോർവേ ഗോൾ കീപ്പർ നൈലാൻഡ് സേവ് ചെയ്യുകയും ചെയ്തു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ മാനസികമായ മേധാവിത്വം നേടാനുള്ള വലിയൊരു അവസരമാണ് ബ്രസീൽ നഷ്ടമാക്കിയത്. ഇതോടെ നോർവേ കൂടുതൽ ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ പ്രതിരോധ കോട്ട ശക്തമാക്കി. ബ്രസീലിയൻ കോച്ച് കാർലോ അഞ്ചലോട്ടി വളരെ പ്രതിരോധത്തിലൂന്നിയ ഡീപ് മിഡ് ബ്ലോക്ക് ശൈലിയാണ് ഈ മത്സരത്തിൽ തന്റെ ടീമിനെ ഒരുക്കിയത്. മത്സരത്തിൽ വെറും 34% മാത്രമായിരുന്നു ബ്രസീലിന്റെ പൊസഷൻ. ഓഡിഗാണിന്റെ നേതൃത്വത്തിലുള്ള നോർവേ മധ്യനിരക്ക് കളി പൂർണ്ണമായി നിയന്ത്രിക്കാനും ബ്രസീൽ അവസരമൊരുക്കി. ഇടതുവശത്ത് വിനീഷ്യസ് ജൂനിയറിന്റെ വേഗതയും ഡ്രിബ്ലിങ്ങിനെയും മാത്രം ആശ്രയിച്ചാണ് ബ്രസീൽ ആക്രമണങ്ങൾ മെന്നത്. 2-3 ഡിഫൻഡർമാരെ വെച്ച് നോർവേ വിനീഷ്യസിനെ ശരിക്കും പൂട്ടി. പരിക്കേറ്റ് പുറത്തായ ലുക്കാസ് പക്കറ്റ, റാഫീന എന്നിവരില്ലാത്തതിനാൽ മധ്യനിരയിലൂടെ കളി മേനയാൻ ബ്രസീലിന് സാധിച്ചില്ല. 75 മിനിറ്റോളം ഗബ്രിയലും മാർക്കിനസും ചേർന്ന് ഹാലൻഡിനെ വലിയ അപകടമുണ്ടാക്കാതെ പൂട്ടിയിട്ടു. എന്നാൽ മത്സരത്തിന്റെ അവസാന 15 മിനിറ്റുകളിൽ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ബ്രസീലിന്റെ പ്രതിരോധ നിരയുടെ അച്ചടക്കം പൂർണ്ണമായും തകർന്നു. ബോക്സിനുള്ളിൽ ലഭിച്ച ചെറിയൊരു സ്പേസ് പോലും മുതലെടുത്ത് ഹാലൻഡ് 2 മനോഹരമായ ഗോൾ നേടി. ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കർക്ക് ബോക്സിനുള്ളിൽ സ്പേസ് തുറന്നിട്ടിരിക്കുകയായിരുന്നു ബ്രസീൽ ഡിഫൻസ്. വ്യക്തിഗത മികവിനെയും കൗണ്ടർ അറ്റാക്കുകളെയും മാത്രം അമിതമായി ആശ്രയിച്ചതാണ് ബ്രസീലിന് വിനയായത്. യൂറോപ്യൻ ടീമുകളുടെ കൃത്യമായ പ്രതിരോധ ശൈലി യൂറോപ്യൻ ലോ ബ്ലോക്ക് തകർക്കാൻ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിന് സാധിക്കുന്നില്ല. ആൻഡ് ഫൈനലി നോർവേ മൂവ്സ് ഓൺ ടു ദ ഫൈനൽ 8 and Brazil moves on to a brutal reality check. And what do you think?